ഞാനും ഈ സീനറിയെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് ഒരു പാട്ട് കേട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ വേറൊരു പാട്ട് കേട്ടത്. ഞാൻ കേട്ടതിനെക്കാട്ടി സൂപ്പറായിട്ടുള്ളൊരു പാട്ട്. നോക്കുമ്പോൾ നമ്മുടെ ഇടവകയിലെ തന്നെ ഏറ്റവും കിടിലമായിട്ടുള്ളൊരു പാട്ടുകാരൻ നമ്മുടെ ആന്റണി ചേട്ടൻ ഇവിടെ പാട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സമയം ആന്റണി ചേട്ടൻ്റെ പാട്ടൊന്ന് കേട്ട് നോക്കാം. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ താഴമരത്താറോ തേനോ തണ്ണിലാവോ മാമറ മുത്തോ വള്ളിക്കോളുമ്പോ വീണോ വാറിവില്ല മുത്തൊരു മീനില്ലാട്ടെ അതൊണ്ടാവാണി പെൺമാണ് മാനത്തെ കൊണ്ടോറ കട്ടിനകത്തുള്ള റോജ രാജറാണി ലജ്ജാവതിയെ എന്റെ കള്ളക്കട കണ്ണിൽ ലജ്ജാവതിയെ എന്റെ രസത്തരതിയെ വാചോണി ഓപ്ഷൻ ട്രാക്കണ്ണ ടിപ്പ് 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 ടിപ്സ് ആണ് ട്രാക്ക് അവിടെ മനസ്സിലാക്കാം. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഞങ്ങളിപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഫ്രണ്ട് എൻട്രൻസിൻ്റെ അവിടെ എത്തി. നമുക്കിനി അകത്തേക്ക് കയറിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പക്ഷേ ആന്റണി ചേട്ടൻ സ്റ്റിൽ പാട്ടിൻ്റെ വൈബിൽ തന്നെയാണ് പുള്ളി പാടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ നേരെ അകത്തേക്ക് കയറി. ഇനി ഇവിടുന്ന് ഒരു ബസ്സിൽ നമ്മളെ ഈ ഒരു മലയുടെ മേളിലേക്ക് കൊണ്ടുപോകും. അപ്പോഴത്തേക്കും അവിടെ ആ ഒരു ബസ് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ ഈ ഒരു ക്യൂ നിന്നിട്ട് വേണം നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. ഏകദേശം 25 പേരാണ് ഒരു ബസ്സിൽ ഒറ്റ ട്രിപ്പായിട്ട് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. അതിനെയൊന്നും തുടരുതെന്നൊക്കെയാണ് ഇവിടുന്ന് ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമുക്ക് മേളിൽ പോയിട്ട് നോക്കാം എന്താണ് അവിടെ കാണാനുള്ളതെന്നുള്ളത്. അപ്പോൾ ഈ ബസ്സിലാണ് നമ്മളിപ്പോൾ നേരെ മേളിലോട്ട് പോകാൻ പോകുന്നത്. എനിക്ക് വേറൊരു കാര്യം തോന്നുന്നത്, ഭയങ്കര വെയിലാണ്, പക്ഷേ സ്റ്റിൽ ഈ ബസ്സിൽ നമുക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഉള്ള വ്യൂ അടിപൊളിയാണ്. ഇപ്പോൾ കോടമഞ്ഞുള്ള ടൈമാണെങ്കിൽ നമുക്ക് ഈ വ്യൂ ഒന്നും അധികം കിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു വെയിലാണെങ്കിലും നമുക്ക് നല്ല വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു കാര്യമാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. അല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഭയങ്കര ചൂടാണ് ഈ ഒരു ടൈമിൽ. ഇപ്പോൾ ബസ്സിൽ നമ്മളെ നേരെ ഈ ഒരു ഏരിയയിലാണ് കൊണ്ട് ഇറക്കിയത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നടന്നു പോകണം. ഇതിപ്പോൾ പാർക്കിൻ്റെ ഒരു ഇൻറ്റേർണൽ ലേ ഔട്ടെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ എൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം എന്താണെന്നുള്ളത്. പിന്നെ ആദ്യം ഞാനൊരു ചെറിയ വന്യജീവിയെ കണ്ടത് ഈ ഒരു അണ്ണാൻകുഞ്ഞിനെയാണ്. ഇതുവരെ ഒരു കുരങ്ങിനെ പോലും കണ്ടില്ല. കുരങ്ങോ കിളിയോ ഒരു സാധനവും ഈ പരിസരത്തില്ല. ഈ അണ്ണാനിവിടെ ആൾക്കാർ കഴിക്കുന്ന കേക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഫുൾ ഒരു ബ്ലാക്ക് കളറിലെ അണ്ണാനാണ്. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരു കളറല്ല. ഞങ്ങളിവിടെ നിന്നൊരു കോഫിയും കുടിച്ചിട്ട് പയ്യെ മേളിലോട്ട് നടന്നു തുടങ്ങി. മേളിൽ ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലുമൊക്കെ ജീവികളെ കാണുമോ അങ്ങനെയാണെന്നുള്ളത് നോക്കാം. പക്ഷേ സീരിയസ്ലി ഞാൻ പറയുകയാണ്, ഈ പരിസരത്തു നിന്ന് ഒരു കുരങ്ങനോ അല്ലെങ്കിൽ ഒരു കിളിയോ അങ്ങനത്തെ ഒരു സാധനത്തിനെയും കാണാനില്ല. എന്താണെന്നറിയില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം മേളിലേക്ക് എത്തി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതുപോലൊരു അരി പോലത്തെ ഒരു സംഭവം ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരുപാട് വരയാടികൾ വന്നിട്ടുണ്ട്. ഇതിനെല്ലാം നമുക്കിങ്ങനെ അടുത്ത് കാണാം. വരയാടികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. വേറെ ഒരു ജീവികളും ഇവിടെ ഇല്ല. ഞാൻ കുറച്ച് കുരങ്ങന്മാരെയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ ഒന്നുമില്ല. വരയാടുകളെല്ലാം വന്ന് കിടപ്പുണ്ട്. പിന്നെ ഈ ഒരു കല്ലിൻ്റെ മേലിലുള്ള ഈ ഒരു ആട് കുറേ ടൈമായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് എല്ലാവർക്കും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. ആടുകളെല്ലാം തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. ആരെയും അങ്ങനെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. എല്ലാം വന്ന് ഇതുപോലെ ഭയങ്കര കാമാറ്റി നിൽപ്പുണ്ട്. പേരൊക്കെ ഇതുപോലെ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ആൾക്കാരും വന്ന് അവരുമായിട്ട് ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ ആരെയും ഉപദ്രവിക്കുന്നൊന്നുമില്ല. നമുക്കിതുപോലെ എൻ്റെ കൂടെ നടക്കാം. അതൊന്നും ചെയ്യുന്നില്ല. അവരതിൻ്റേതായ ഇതിലങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഫോറസ്റ്റുകാർ വന്നിപ്പുണ്ട്. അവരിതിനെ ഓടിച്ച് പയ്യെ കാടിനകത്തോട്ട് കയറ്റി വിടുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലൊരു ആടിനെയൊക്കെ ഇങ്ങനെ മീൻസ് വരയാടിനെയൊക്കെ ഇത്രയും അടുത്ത് കാണുന്നത്. നമ്മൾ പൊന്മുടി ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇതിൻ്റെ ഒരു ചെറിയൊരു രൂപം വെച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ പണ്ടെപ്പോഴും മ്യൂസിയത്തിൽ ഇതിനെ കണ്ടിട്ടുള്ളതായിട്ടൊരു ചെറിയ ഓർമ്മ. അവിടെ ഉണ്ടോയെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. അത് ഇതിനെ തന്നെയാണോ കണ്ടതെന്ന് എനിക്ക് സംശയമാണ്. അല്ലാതെ ഞാൻ ഇതിനെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു വരയാടിനെ കാണുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഏരിയ. ഇതുവരെ നമുക്ക് എൻട്രൻസ് ഉള്ളൂ. ഞാനിവിടെ നിന്ന് പയ്യെ ഈ സൈഡിലത്തെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോടമഞ്ഞില്ലാത്തതുകൊണ്ട് അങ്ങ് ദൂരെയുള്ള എല്ലാ വ്യൂവും വളരെ ക്ലിയറായിട്ട് തന്നെ ഇവിടെ നിന്ന് നന്നായിട്ട് കാണാൻ പറ്റി. നന്നായിട്ട് ഞാനത് എൻജോയ് ചെയ്ത്. നല്ല വ്യൂ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പയ്യെ തിരിച്ച് താഴേക്ക് ഇറങ്ങാമെന്നുള്ള മഞ്ഞ് ഞാൻ ഇപ്പോൾ പയ്യെ താഴോട്ട് നടന്നു തുടങ്ങി. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ കാറിൽ നമുക്ക് വേണമെങ്കിൽ വരാം. ഈ ഒരു ഇലക്ട്രിക് കാറിൽ വരാം. എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാറിൽ കയറി വരാം. അങ്ങനെ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കുമാണ് എൻ്റെ ഈ ഒരു ഫേവറേറ്റ് സാധനം കാണുന്നത്. ചോളമാണ്. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയെ ചുട്ടെടുക്കുകയാണ്. ഇപ്പോൾ ഇതും കഴിച്ചിട്ട് നമുക്ക് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം.
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴത്ത് എഴുതുക. നമുക്കപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.